ഹലോ നമസ്കാരം. ഇന്നത്തെ റീഡിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ചു എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിട്ടുകളയുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് തരുന്ന ഒരു അറിവായി ഇതിനെ കണക്കാക്കുക. നമുക്ക് ഓരോ കാർഡുകളായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഒന്ന് റീഡിങ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം ഇതിലേക്കൂടെ കാണിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി എപ്പോഴും ഒരു സംഘർഷത്തിലും, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥനായ വ്യക്തി, അല്ലെങ്കിൽ എപ്പോഴും ഒരു എന്തും വില കൊടുത്തും വിജയിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു പങ്കാളിയാണ് നിങ്ങളുടെ. അത് സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം. നിങ്ങളുടെ പങ്കാളി അങ്ങനെയുള്ളൊരു സംഘർഷത എപ്പോഴും വഴക്കും, എപ്പോഴും സ്വാർത്ഥയായിട്ട് ആൾ പെരുമാറാം, എന്തും വില കൊടുത്തും ആളുടെ ഭാഗം വിജയിക്കണം എന്നുള്ളൊരു ക്യാരക്ടറുള്ള പങ്കാളിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വഭാവം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, നിങ്ങളൊരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു വളർന്നു, നിങ്ങൾക്ക് ഒരുപാട് പാഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഫോർച്യൂൺ, അതായത് നിങ്ങളുടെ ഭാഗ്യ പരീക്ഷണങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ വളരെയധികം തയ്യാറാണ്. നിങ്ങൾക്ക് കിട്ടിയ കുടുംബപരമായി കിട്ടിയ ഒരു അറിവ്, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ പ്രൊഫഷൻ, ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, അത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പാരമ്പര്യമായി ചിലപ്പോൾ കിട്ടിയ ചില അറിവുകൾ, ചിലപ്പോൾ നിങ്ങൾ പാരൻസൊക്കെ പ്രൊഫഷണൽസാണ്, നിങ്ങളുടെ ടീച്ചേഴ്സാണോ ഡോക്ടേഴ്സാണോ, അതാണെങ്കിൽ പാരമ്പര്യമായി കൈമാറി നിങ്ങൾക്കൊരു വിദ്യാഭ്യാസ നേട്ടമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡാൻസറാണോ, ഒരു ടീച്ചർ, അങ്ങനെ ഡാൻസ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് പാരമ്പര്യമായി കൈമാറ്റം കിട്ടിയത്, അത് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരുകയാണ്. നിങ്ങളുടെ പാരമ്പര്യമായി കൈമാറി കിട്ടിയ, അല്ലെങ്കിൽ നിങ്ങളായി ആർജിച്ച് ലഭിച്ച നിങ്ങളുടെ ഒരു ഒരു അറിവ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങളുടെ പങ്കാളി അതിനെ രഹസ്യമായിട്ട് തടയാണ്. രഹസ്യമായിട്ട് തടയാനെന്ന് പറയുന്നത്, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ഉള്ളിൽ. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഒരു മൂന്നാമതൊരു രഹസ്യം. അതായത് ഈ കാർഡിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത് ഒരു മൂന്നാമതൊരു തേർഡ് പാർട്ടിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തി ഉണ്ട്. ചിലപ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ ആ സ്ത്രീയോ ആ പുരുഷനോ അറിയാതെ സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവർക്കറിയാം. അത് അവർ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും, എന്നാൽ നിങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ആള് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ ഏത് സമയവും സംഘർഷവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും, അവസാനം അയാളുടെ ഇതിൽ നിങ്ങൾ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇടയിൽ നിങ്ങൾ തല കുമ്പിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ പിന്തുടരാൻ ഒരു ഭാഗ്യപരീക്ഷണം എടുത്ത്, ആ ഭാഗ്യപരീക്ഷണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു സമ്പത്ത് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് സമ്പത്ത് തന്നെ ഉണ്ടാകുമെന്ന് കാർഡിലൂടെ പറയുന്നുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ വ്യക്തിക്ക് നിങ്ങൾ പുറത്തു പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ പിന്തുടരുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ പിന്തുടരുന്നതും ആ വ്യക്തിക്ക് താല്പര്യമില്ല. ആ വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴും അവരുടെ കീഴിൽ ജീവിക്കണം. അവരുടെ കീഴിൽ ആളാണ് ഏറ്റവും വലിയ വ്യക്തി.
ആളെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്തും. ആൾക്കൊരു അധികാര ഭാവമാണുള്ളത്. ഒരു ഭയങ്കര ആൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്. ആൾക്കാണ് ഏറ്റവും കൂടുതൽ യുക്തിയുള്ളത്. ആള് അതിനു വേണ്ടിയിട്ട് എപ്പോഴും പടവെട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുമായിട്ട്. എനിക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മാത്രം നിന്നാ മതി. നീ ചിന്തിച്ചാ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് എവിടെയൊന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കീഴിൽ നീ ജീവിച്ചാ മതി. അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് മാത്രം നീ ജീവിച്ചാ മതി. അല്ലാതെ നിന്റെ ലൈഫോ നിന്റെ സ്വപ്നങ്ങളുമായിട്ടൊന്നും മുന്നോട്ട് പോവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് ആളുടെ ഒരു ഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വപ്നം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താ പെട്ടെന്നുള്ള ഫ്യൂച്ചർ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രഷർ താങ്ങി നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ നിങ്ങളുടെ പങ്കാളിയുടെ ഈ പ്രഷറും വഴക്കും തല്ലുകൊടുത്തും എല്ലാം കാരണം നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ധ്യാനത്തിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇതിലേക്ക് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലാണ്, നിങ്ങൾ ചിന്തയിലാണ്. ഈ ബന്ധം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് നിങ്ങൾ എന്തോ ഒരു ശരശയ്യയിൽ കിടക്കുന്ന പോലെയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തി തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷഭരിതമായ, എപ്പോഴും വഴക്കിടുന്ന തല്ലിടുന്ന ഒരു സ്വഭാവമാണ് എന്നതാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ പങ്കാളിക്ക് രഹസ്യമായ എന്തോ ഒരു ബന്ധമുണ്ട്. അയാൾ അത് മറച്ചു വെക്കുകയും അയാൾ എന്നിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാണ്. അയാൾ അധികാരിയെ പോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യാണ്. നിങ്ങൾക്ക് എങ്ങോട്ടും പോകാനോ എങ്ങോട്ട് മൂവ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലാക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വളരെ തളർന്ന് അല്ലെങ്കിൽ അവശനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുമ്പോൾ, ഈ ഒരു ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന വാല്യൂ വളരെ വളരെ ചെറുതായൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തി എപ്പോഴും വഴക്കിടുകയും പ്രശ്നമുണ്ടാക്കുകയും, ആള് പറയുന്ന കാര്യം വിജയിക്കണം, ആള് പറയുന്നതാണ് ശരി, ആള് പറയുന്ന കാര്യത്തിന് ഞാൻ എങ്ങനെയും ഇതിന് വിജയിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും എന്നുള്ളൊരു വ്യക്തിത്വമാണ് ആളുടേത്. അപ്പോൾ ആ ആളുടെ ഇടയിൽ നിങ്ങൾ വളരെയധികം സൈലന്റ് ആയി പോവുകയാണ്. കാരണം നിങ്ങളൊരു നല്ല കുടുംബത്തിൽ ജനിച്ച സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആണ്. നിങ്ങൾക്ക് ക്ഷമ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിട്ടോ മാതാപിതാക്കളായിട്ടോ കൈമാറി തന്നൊരു കാര്യം ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് രീതിയിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് ഒക്കെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലിയിൽ ജനിച്ച വ്യക്തി എപ്പോഴും ക്ഷമിക്കാനായിട്ട് തയ്യാറാകും. ഈ ക്ഷമ ആ വ്യക്തി നല്ല രീതിയിൽ മുതലെടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്രയിലേക്ക് ഈ വ്യക്തി എപ്പോഴും തടസ്സമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റും എന്നുള്ളതിലും മൂന്നാമത്തെ കാർഡ് നിങ്ങളോട് പറയുന്നൊരു കാര്യം, മൂന്നാമത്തെ കാർഡ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇറങ്ങി നോക്കൂ, നിങ്ങൾക്ക് പണം ലഭിക്കും, നിങ്ങൾ ഇറങ്ങുന്ന പാഷനിൽ കൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്ന് നിങ്ങൾ സ്വീകരിക്കൂ. പക്ഷെ നിങ്ങൾക്കത് സ്വീകരിക്കാനോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം എന്താ, നിങ്ങളുടെ പങ്കാളിയുടെ പ്രഷർ ഫുൾ ടൈം ഉണ്ട് നിങ്ങൾക്ക്. നീ അതിന് പോകരുത്, നീ അത് ചെയ്യരുത്, നിങ്ങളത് ഫോളോ ചെയ്യരുത്. നിന്റെ പാഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ അകന്നു പോയേക്കാം. കാരണം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പങ്കാളിയിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോൾ, ഈ റിലേഷൻഷിപ്പിലേക്കൂടെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു ഡിപ്രഷൻ അവസ്ഥ കൂടിയും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ സ്വയം തന്നെ തീരുമാനിക്കുക. കാരണം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും അധികാരികതയോടുകൂടിയിട്ടും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം, ഈ റിലേഷനിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ
അത് ഭാര്യ ഭർത്താക്കന്മാരോ കാമുകി കാമുകന്മാരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിൽ നിങ്ങൾക്ക് എപ്പോഴും സംഘർഷപരമായ ഒരു ജീവിതമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വിവാഹം കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പങ്കാളി എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. രഹസ്യമായൊരു ബന്ധമുണ്ട് ആൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഇതാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്കതിന് ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം അതാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തീരെ ഹാപ്പി അല്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു.